ഹായ് ഫ്രണ്ട്സ്, കാലത്തെ എണീറ്റ വശം വേഗം പോയി കുളിക്കാൻ പോണേക്കാളും മുമ്പ് ഞാൻ ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ ഞാൻ നൂലപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂലപ്പത്തിനും ചായക്കുള്ള വെള്ളം കൂടി ഒരുമിച്ച് അടുപ്പത്ത് വെച്ച് ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ടാണ് പോയി കുളിച്ചത്. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വേഗം ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നൂലപ്പും മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതിനുശേഷം ഞാൻ വേഗം പൊടിയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വാട്ടിയെടുത്തു. അപ്പോൾ വെള്ളം ഞാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളമാണ്. അത് കാരണം കൈ കൊണ്ടൊന്നും കുഴയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു കയ്യിലുണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. എന്നിട്ട് ബാക്കിയുള്ള വെള്ളത്തിൽ ചായ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഒന്ന് കയ്യിലുകൊണ്ട് ആക്കിയെടുത്തതിന് ശേഷം അതൊന്ന് ആറാനായിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ബാക്കിയുള്ള വെള്ളം ഞാൻ ചായക്ക് വെച്ചു. എന്നിട്ട് അതിൽ പാലൊക്കെ പൊട്ടിച്ചൊഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ വെന്ത് വന്നപ്പോൾ അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചു. അപ്പോൾ വാവച്ചിക്ക് മണിക്കൂട്ടിനുള്ള പാല് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് 2 പേർക്കുള്ള ചായയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് അരിച്ചെടുത്തു. എന്നിട്ട് ഞാനതൊന്ന് ആറ്റി വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒന്ന് പാട കിട്ടും. അപ്പോൾ ഞാൻ വേഗം അതൊന്ന് ആറ്റിയെടുത്തതിന് ശേഷം ഇനി എനിക്ക് പരിപ്പ് ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പ് കറി ഉണ്ടാക്കണം. പക്ഷേ പരിപ്പ് കറി ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കറണ്ട് പോയിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. പക്ഷേ ഇന്നലത്തെ മീൻകറിയും പിന്നെ മുട്ടക്കറിയും പിന്നെ അച്ചാറൊക്കെ ഉള്ള കാരണം അതൊക്കെ കൂട്ടിയിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അത് കാരണം പരിപ്പ് കറിയൊന്നും വെച്ചില്ല. കുക്കറിൽ വേവിച്ചിട്ട് അങ്ങനെ വെച്ചു. വൈകുന്നേരത്തെ അത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ മുട്ടക്കറിയിലേക്കുള്ള സബോളയൊക്കെ വേഗം അരിഞ്ഞെടുക്കുകയാണ്. പക്ഷെ മുട്ടക്കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ആണ് കറണ്ട് പോയത്. അത് കാരണം മുട്ടക്കറിയിലേക്കുള്ള നാളികേരം അരച്ചെടുക്കാനൊക്കെ പറ്റി. അപ്പം വേഗം ഞാൻ സബോള ചോപ്പറിലാണ് അരിഞ്ഞെടുക്കണത്. കൈകൊണ്ടൊക്കെ അരിഞ്ഞെടുക്കാൻ നിൽക്കുമ്പോൾ കുറേ സമയം വേണ്ടേ. അപ്പോൾ ഞാൻ വേഗം ചോപ്പറിലൊക്കെ അത് നന്നായിട്ട് വലിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അരിഞ്ഞ് വെച്ച സബോളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് അതൊക്കെ ഇളക്കിയെടുത്തു. കുറച്ച് ഉപ്പ് പൊടി ഇട്ടു അതൊന്ന് വാടി കിട്ടാനായിട്ട്. അപ്പം അങ്ങനെ ഇതടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് വാടി വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗ്യാസ് ഒന്ന് കുറച്ചിട്ടിട്ടേ വേഗം നാളികേരമൊക്കെ ചിരകിയെടുത്തിട്ട് വേഗം നാളികേര പാലെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി പാലൊന്നും എടുക്കാൻ നിൽക്കണ്ട, നാളികേര അരച്ചൊഴിക്കാമെന്ന്. നന്നായിട്ട് ഇങ്ങനെ വെണ്ണ പോലെ ഞാൻ അരച്ചെടുത്തു. കുറച്ച് പെരിഞ്ചീരകം ഇട്ടു, വേറെ മസാലകളൊന്നും ഇട്ടില്ല. എന്നിട്ട് ഞാൻ അത് അരച്ചപ്പോഴേ മിക്സിയുടെ ഞാൻ പറഞ്ഞില്ലേ വാഷർ കംപ്ലൈൻ്റ് ആണ്. അത് കാരണം ആകെ തൂവി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെയൊക്കെ നന്നായിട്ട് തുടച്ചിട്ടതിന് ശേഷം വേഗം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കണം. പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ തിരക്ക് പിടിക്കുന്നത്. പിന്നെ പരിപ്പൊന്നും കറി വെക്കാനായിട്ട് പറ്റിയില്ല. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തു. മൂത്ത് ഒരുവിധം വെന്ത് വന്നതിന് ശേഷം ഞാൻ നാളികേരം അരച്ചതായി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ മല്ലിയില ഇരിക്കുന്നുണ്ടായിരുന്നു, അതും അരിഞ്ഞിട്ടു. എന്നിട്ട് ഞാൻ മുട്ടയൊക്കെ പറക്കിയിട്ടതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. തിളപ്പച്ചൊന്നുമില്ല. അപ്പം അങ്ങനെ നല്ല അടിപൊളി മുട്ടക്കറി വാവിച്ചിക്കും മണിക്കൂട്ടനൊക്കെ നല്ല ഇഷ്ടമായി. അപ്പം അങ്ങനെ അവരിതുണ്ടെങ്കിൽ ചോറുണ്ടാന്നും പറഞ്ഞു. അപ്പം അങ്ങനെ മുട്ടക്കറി കായ് വന്നതിന് ശേഷം ഞാനതൊരു വേഗം ഒരു പാത്രത്തിലേക്ക് പകർത്തിയെടുത്തു. കൈയോടെ പാത്രങ്ങളൊക്കെ കഴുകാലോ എന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങൾ കഴുകലും ഞാൻ ചെയ്തില്ല. അതൊക്കെ എനിക്ക് വാവിച്ചാണ് ചെയ്ത് തന്നത്. അപ്പം അങ്ങനെ മുട്ടക്കറിയൊക്കെ ഞാൻ വേഗം ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു. ഇനി എനിക്ക് നൂലപ്പം ഉണ്ടാക്കണം. അപ്പം നൂലപ്പത്തിൻ്റെ പൊടിയൊക്കെ ഞാൻ നന്നായിട്ട് ഇങ്ങനെ കയ്യിലുകൊണ്ട് ഇതാക്കിയതിന് ശേഷം അവിടെ ആറാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അത് ചൂട്ടോടക്കനെ കുഴച്ചെടുക്കണം. പക്ഷേ കൈ പൊള്ളണ കാരണം ഞാൻ ചൂട്ടോടക്കനെ കുഴച്ചെടുത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് കുക്കറിൽ വേവിക്കാനായിട്ട് അടുപ്പത്തൊക്കെ വെച്ച് വെന്ത് വന്നപ്പോഴാണ് കറണ്ട് പോയത്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ വെള്ളവും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ നന്നായി തുടച്ചെടുത്തു. എപ്പോഴും തിണ്ടിൽ വെള്ളവും കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും ഓരോ പണി കഴിയുമ്പോഴും നമ്മൾ തുടച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ബിജാഷേട്ടന് കുളിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. അങ്ങനെ പരിപ്പും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീര ഇരിക്കുന്നുണ്ടായിരുന്നു, ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ചീര. അപ്പോൾ ഉപ്പേരി വെക്കാനായിട്ട് അരിഞ്ഞപ്പോഴേ ഞാൻ അതിന് കുറച്ചെടുത്തിട്ട് ഞാൻ എന്താ പറയുക പരിപ്പിലിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചു. പിന്നെ ഉണക്കമാന്തൽ ഇരിക്കുന്നുണ്ടായിരുന്നു, ഉണക്കമാന്തളും വറക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതൊന്നും പറ്റിയില്ല. എന്നിട്ട് ഞാൻ വേഗം നൂലപ്പത്തിൻ്റെ പൊടിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചു. അപ്പം അങ്ങനെ ഒരുവിധം അത് കുഴഞ്ഞ് ഇങ്ങനെ നല്ല പദം വരുത്തി കുഴച്ചിട്ട് അപ്പം അങ്ങനെ കുഴച്ച് വന്നതിന് ശേഷം ഞാനത് നൂലപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് പിഴിയാൻ നിൽക്കുമ്പോഴേക്കും കറണ്ട് പോയി. പിന്നെ കറണ്ട് പോയപ്പോഴും ഞാൻ വീഡിയോ ഓഫ് ചെയ്യാനൊന്നും പോയില്ല. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വെളിച്ചമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എനിക്ക് തോന്നി ഇപ്പം കറണ്ട് വരും, കറണ്ട് വന്നാൽ പിന്നെ നാളികേരമൊക്കെ ചിരകി നമ്മൾ മുട്ടക്കറിയിലേക്ക് ചിരകിയപ്പോൾ ഒരുമിച്ച് ചിരകിയിട്ടുണ്ടായിരുന്നു പരിപ്പ് കറിയിലേക്കും. അപ്പോൾ അതൊക്കെ വേഗം അരയ്ക്കാമെന്നൊക്കെ തോന്നി. പക്ഷേ ഇന്നലെ രാത്രി അത് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവായിരുന്നു. അത് കാരണം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, കാലത്ത് പോയ കാരണം വരാൻ വൈകുകയാണാവുമെന്ന്. പക്ഷെ അതുപോലെ തന്നെ വന്നില്ല. ഞാൻ
പിന്നെ ഒരുവിധ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് ബിജേഷേട്ടൻ പോയതിന് ശേഷമാണ് കറണ്ട് വന്നത്. അപ്പോൾ ഞാൻ നൂലപ്പൊക്കെ ആയി വന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അങ്ങനെ ബിജേഷേട്ടൻ ഹോളിൽ കൊണ്ടുപോയി വെച്ച് കൊടുത്തു. നൂലപ്പവും നല്ല അടിപൊളി മുട്ടക്കറിയും ഒക്കെ കൂടിയിട്ട് ബിജേഷേട്ടന് കൊടുത്തു. അപ്പോൾ ആളെന്നോട് പറഞ്ഞു ഇനി പരിപ്പ് കറിയൊന്നും വെക്കണ്ട, ഞാൻ മുട്ടക്കറിയും പിന്നെ എന്താ പറയുക മീൻകറി ഇരിക്കുന്നുണ്ടായിരുന്നു ഇന്നലത്തെ, അതൊക്കെ കൂടി ചോറ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബിജേഷേട്ടന് കൊടുത്തതിന് ശേഷം പിന്നെ കറണ്ട് വന്നപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇതും കൂടി നൂലപ്പം കൂടി പിഴിഞ്ഞ് വേഗം ഞാൻ അടുപ്പത്ത് വെച്ചു. പിന്നെ ആൾക്ക് കഴിക്കാനല്ലേ തിരക്ക്, അപ്പോൾ ആൾക്കുള്ളത് ഞാൻ വേഗം കൊടുത്തു. പിന്നെ വാവിച്ചി മണിക്കൂട്ടനും ഈ ഇലക്ഷൻ്റെതായ കാരണേ സ്കൂളിലേക്ക് അവിടെ ടീച്ചർമാർക്ക് എന്തോ ട്രെയിനിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പോയിട്ടില്ല സ്കൂളിലേക്ക്. അത് കാരണം പിന്നെ അവർക്ക് സമാധാനം ഉണ്ടല്ലോ. പിന്നെ മണിക്കൂട്ടന് കപക്കെട്ടൊക്കെ മാറണുള്ളൂ കേട്ടോ, അത് കാരണമാണ് ഞാൻ അവരെ വിടാണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ വേഗം ബാക്കിയുള്ള നൂലപ്പൊക്കെ വേഗം പിഴിഞ്ഞെടുത്തിട്ട് വേഗം അതൊക്കെ ഇഡ്ഡലി ചെമ്പിൽ വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ മീൻകറി ഒരു അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട്. അപ്പോൾ മീൻകറിയും ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നൂലപ്പം അടുപ്പത്ത് വെച്ചു. അപ്പോൾ നേരത്തെ കറണ്ട് പോയ കാരണം ശരിക്കും പിഴിയണതൊന്നും കണ്ടില്ലല്ലോ, അത് കാരണമാണ് ഞാൻ പിന്നെ രണ്ടാമതും അടുപ്പത്ത് വേഗം പിഴിഞ്ഞ് വെച്ചത്. അപ്പോൾ പിന്നെ ഞാൻ ചോറും ആക്കി കൊടുത്തു. ബിജേഷേട്ടന് കൊണ്ടുപോകാനുള്ള ചോറും മുട്ടക്കറിയും മീൻകറിയൊക്കെ കൂടിയിട്ട് ആക്കി കൊടുത്തു. പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ചാറും ഒരു പാത്രത്തിലാക്കി കൊടുത്തതിന് ശേഷം ബിജേഷേട്ടൻ്റെ പിന്നെ കാര്യം കഴിഞ്ഞൂല്ലോ. പിന്നെ എനിക്ക് കൊണ്ടുപോകാനല്ലേ വേണ്ടോ, ഞാനും കുറച്ച് മീൻകറി കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് വൈകുന്നേരം വെച്ച മീൻകറി ആയിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ടേസ്റ്റ് അല്ല, അപ്പോൾ അങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മീൻകറി ആയിരുന്നു. അപ്പോൾ മീൻകറി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ പിന്നെ വേറെ പരിപ്പ് കറി അല്ലെങ്കിൽ ഞാൻ വെറുതെ ഉള്ളി മുളകൊക്കെ മൂപ്പിച്ചെടുത്തായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാനായിട്ട് നിന്നില്ലേ. വൈകുന്നേരം അത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പാത്രത്തിൽ മീൻകറിയും ഒരു പാത്രത്തിൽ മുട്ടക്കറിയൊക്കെ ആക്കിയതിന് ശേഷം ബിജേഷേട്ടൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആൾ പോണ വരെ ഞാൻ പുറത്തൊന്നും നിന്നു. അപ്പോൾ നിക്കൂനെ വാവിച്ച് കൂട്ടുന്നൊക്കെ അഴിച്ച് കെട്ടിയിട്ടുണ്ടെന്ന് സ്കൂളിലേക്കൊന്നും പോകണില്ലല്ലോ. അതിന് ശേഷം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അവൾ കഴുകി ഞാൻ ഡ്രസ്സൊക്കെ മാറി ജോലിക്ക് പോയി. നല്ല നല്ല വീഡിയോകളായിട്ട് വരാം കേട്ടോ.